ശ്രീനാഥേ, ഈ അന്താരാഷ്ട്ര ബീച്ച് ഫെസ്റ്റിവൽ ഇപ്പോൾ 2ാം വർഷമാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം അതിമനോഹരമായ അനുഭവങ്ങളാണ് നമുക്ക് ഉണ്ടാക്കി വെച്ചത് അല്ലേ ബച്ച? അല്ലേ? അപ്പോൾ ഇപ്രാവശ്യവും അതിനേക്കാൾ ഉപരി നല്ലൊരു അനുഭവങ്ങൾ നമുക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. ശ്രീനാഥിൻ്റെ അഭിപ്രായം? തീർച്ചയായിട്ടും ഈ കാണുന്നതൊക്കെ അതിൻ്റെ ഭാഗമാണല്ലോ. നമ്മളിപ്പോൾ വന്നത് എവിടെ നിന്നാണ്? ഘോഷയാത്രയായിട്ട് വന്നു. വിളംബര ഘോഷയാത്ര നടന്നു. നമ്മൾ വരുന്ന 22-ാം തീയതി മുതലാണ് പരിപാടി അല്ലേ, 31 വരെ. ആ പരിപാടിക്ക് വേണ്ടൊരു ആഘോഷം. ഇപ്പം തന്നെ ഇത്ര ആൾക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ 10 ദിവസം നമ്മൾ ആടി തിമിർത്ത് പലവിധ പരിപാടികൾ. അതായത് നമ്മൾ കാണാത്ത, നമ്മൾ സിനിമയിൽ മാത്രം പാട്ട് കേട്ടിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നമുക്ക് പിന്നെ TV യിൽ കണ്ടിട്ടുള്ള ആൾക്കാർ, അതായത് MG ശ്രീകുമാർ, ചിത്ര, അതുപോലെ തന്നെ പിന്നെ ശോഭന, അങ്ങനെ പലവിധ ആൾക്കാർ നമുക്ക് കാസർഗോഡിന് ബേക്കലിൽ വെച്ച് ഈ ഫെസ്റ്റിവൽ അതിമനോഹരമാക്കാൻ സാധിക്കും അല്ലേ? കഴിഞ്ഞ വർഷത്തെ അനുഭവം തന്നെ അറിയാലോ. നല്ല അനുഭവമായിരുന്നു അല്ലേ? 10 ദിവസം പോയതേ അറിഞ്ഞിട്ട്. ഇതാ നമ്മൾ മീഡിയയിലെ ആളുണ്ട്, വിസ്മയ തീരം, ബേക്കലിലെ വിസ്മയ തീരത്തിൻ്റെ ആളുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട മൂസ പാലക്കുന്ന്. അതായത് സാധാരണക്കാരന് ഇതിന് ഒരു 100 രൂപ മാത്രമല്ല 200 രൂപ കൊടുക്കാൻ പറ്റും. അത്ര സംഭവങ്ങളാണ് ഇന്ന് ഈ പ്രാവശ്യം ബീച്ചിനകത്ത് കയറ്റിയിട്ടുള്ളത്. അതെ അതെ, നല്ല മനോഹരമായ കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളും അല്ലേ, പ്രോഗ്രാം അല്ല ഈ പ്രാവശ്യം ഉഷാറെന്നാണ് പറയുന്നത് കേട്ടത്. അല്ല, കണ്ടറിഞ്ഞിട്ട് ഈ പ്രാവശ്യത്തെ എന്താന്ന് ഇന്നത്തെ പരിപാടി ഘോഷയാത്ര മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇത് മിസ്സായിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര നഷ്ടമാണ് സാധാരണക്കാരന്. കൂടാതെ വെളിച്ചത്തിന്റെ ഇപ്രാവശ്യം രാത്രികാലം ആണ് ശരിക്കും കാണേണ്ടത്. ആ രാത്രി ഇരുട്ടിക്കഴിഞ്ഞാൽ എന്തെന്ന വെളിച്ചം, എന്ത് മനോഹരമായ സംഭവങ്ങളാണ് അല്ലെ? വർണ്ണമനോഹരം. ലോകമൊട്ടൊക്കെ അറിയപ്പെടുന്ന, ഇന്റർനാഷണൽ ലെവൽ അറിയപ്പെടുന്ന സാധനമാണ് ബേക്കൽ ബീച്ച് എന്ന് പറയുന്നത്. അല്ലെ, ബേക്കൽ കോട്ട എല്ലാവർക്കും അതിനനുബന്ധ ബീച്ചാണുള്ളത്. അപ്പൊ എല്ലാവരും നമ്മളെയാണ് നോക്കുന്നില്ല, നമ്മൾ ഈ നാട്ടുകാരാണ്, നമുക്കത് അഭിമാനമാണ്. കാരണം എത്രയോ ആൾക്കാർ പുറത്തുനിന്ന് വരുന്നുണ്ട്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, വലിയൊരു ഉത്സവമാണ്, ആഘോഷമാണ്. ഇതിനെക്കുറിച്ച് പറഞ്ഞാലും തീരാത്ത നമുക്ക് പറയാനുണ്ട്. പക്ഷേ ഇന്ന് ഈ കാണുന്ന കാഴ്ച തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതിന് അപ്പുറത്തായിരിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ബേക്കലിലേക്ക് അത് തന്നെ സ്വാഗതം. 22 മുതൽ 31 വരെ നമുക്ക് ബേക്കലിൽ ആഘോഷിക്കാം. സ്വന്തം നാട്ടിലെ